കേരളത്തിലെ നാഷണൽ ഹൈവേയിലെ വേഗപരിധി 90 കിലോമീറ്ററിൽ നിന്ന് 100 കിലോമീറ്ററായി ഉയർത്തുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ഇതിനായി ഉത്തരവിറക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി പറഞ്ഞു. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിന്റെ പുതിയ ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂർ KSRTC ബസ് ടെർമിനലിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കും. എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസ് മുറികളും വിശ്രമ മുറികളും അടക്കം നിരവധി സൗകര്യങ്ങൾ പുതുതായി നിർമ്മിക്കുന്ന ബസ് ടെർമിനലിലുണ്ടാവും. ഇന്ത്യയിൽ പ്രവർത്തന ലാഭത്തിലോടുന്ന ഒരേയൊരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സംവിധാനമാണ് KSRTC എന്ന് മന്ത്രി പറഞ്ഞു. ഈ മന്ത്രിസഭയുടെ കാലയളവിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ കേരളത്തിൽ 9ഓളം ബസ് സ്റ്റേഷനുകൾ പൊളിച്ച് പുതുക്കിപ്പണിയുന്ന നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിച്ചു വരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. KSRTCയുടെ ഭാഗത്ത് യാതൊരു താമസവും ഉണ്ടാകാതെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുകയും നിശ്ചിത ദിവസത്തിനുള്ളിൽ കൃത്യമായ ദിവസം ഇവിടെ വന്ന് മാധ്യമങ്ങൾക്കും ജനപ്രതിനിധികൾക്കും ഞാൻ ഉറപ്പ് നൽകിയതിൻ്റെ കൃത്യമായ ഡേറ്റിൽ KSRTC കെട്ടിടം പൊളിച്ചു മാറ്റി. ഇപ്പോൾ മണ്ണ് പരിശോധന നടക്കുകയാണ്. ഇതിൻ്റെ മറ്റ് പണികൾ ഉടൻ തന്നെ ആരംഭിക്കും. വളരെ വേഗത്തിൽ ഒരു നല്ല കോൺട്രാക്ടർ വരികയാണെങ്കിൽ 7-8 മാസം കൊണ്ട് ഈ ബസ് സ്റ്റേഷൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിയും. മാത്രമല്ല ഇതിനകത്ത് AC ഓഫീസ് ഉണ്ടാവും, എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ മുറികൾ, ജീവനക്കാർക്ക് കിടക്കാനുള്ള ഭാഗവും എയർ കണ്ടീഷൻ. കേരളത്തിൽ നിർമ്മിക്കുന്ന എല്ലാ ബസ് സ്റ്റേഷൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഇരിക്കുന്ന ഓഫീസിലെ സ്റ്റാഫ് ജോലി ചെയ്യുന്ന സ്ഥലം എയർ കണ്ടീഷൻ ആക്കുക. പുതിയ ഡിസൈൻ എല്ലാം അങ്ങനെയാണ്. അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിച്ചു. തൃശൂർ നഗരം കേന്ദ്രീകരിച്ചും പുത്തൂർ സുവോളജിക്കൽ പാർക്ക് കേന്ദ്രീകരിച്ചും വിനോദയാത്രയ്ക്ക് വേണ്ടി തൃശൂർ യൂണിറ്റിന് അനുവദിച്ച KSRTC ബസിന്റെ ഫ്ളാഗ് ഓഫ് മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. P. ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ബസ് ടെർമിനൽ നിർമ്മാണത്തിനായി P. ബാലചന്ദ്രൻ MLAയുടെ മണ്ഡല വികസന ഫണ്ടിൽ നിന്ന് 7 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2.5 കോടി രൂപ ചെലവഴിച്ചാണ് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.